ലൈലത്തുനാ അദ്രികുനാ. ബഹുമാനികളെ, തശീഉൽ ജനാസത്തെയാണ്, ജനാസയെ അനുഗമിക്കുക. മുശയ്യിങ്ങൾ ധാരാളം ഉണ്ടായിരിക്കൽ നല്ലതാണ്. ഷഫായത്ത് ചെയ്യാൻ ഒരുപാട് ആളുകൾ മയ്യത്തിൻ്റെ കൂടെ, നല്ല മനുഷ്യന്മാരായ മുഅ്മിനീങ്ങളായ കുറേ ആളുകൾ മയ്യത്തിൻ്റെ കൂടെ ഉണ്ടായാൽ ആ മയ്യത്തിന് ശുപാർശ ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടിയതാവും. അപ്പോൾ മയ്യത്ത് പിന്നിൽ, ബാക്കിയുള്ളവർ മുന്നിൽ, നടക്കുന്നവരൊക്കെ മുന്നിൽ. വാഹനം കയറിക്കൊണ്ട് മയ്യത്തിൻ്റെ കൂടെ പോവുക എന്നുള്ളത് അത് കറാഹത്താണ്, അത് നിരുത്സാഹപ്പെടുത്തിയതാണ് മതം. കാരണമില്ലാതെ വാഹനത്തിൽ പോയി പള്ളിക്ക് പോയി കാത്തിരിക്കുക എന്നത് നല്ലതല്ല എന്ന് നമ്മൾ ഇന്നലെ സംസാരിച്ചു. ശുപാർശ ചെയ്യാൻ വേണ്ടി എന്നതുപോലെ നടക്കേണ്ടതാണ് അവരൊക്കെയും മുന്നാലെ. തഴവാമൗലവി പാടിയതാണ്. അപ്പോൾ ശുപാർശ ചെയ്യുന്നതായ ആളുകൾ അവരൊക്കെ എന്ത് ചെയ്യുക, പുതിയാപ്പളിനെ കൊണ്ടുപോകണേ മാതിരി പുതിയാപ്പള വേക്കൽ ഒപ്പം വരുന്നവരൊക്കെ മുന്നിൽ ഇങ്ങനെ പോവുക. എല്ലാവരും ഇങ്ങനെ കൊണ്ടുവരിക. മയ്യത്തിനിങ്ങനെ അനുഗമിച്ച് വരുന്ന ആളുകൾ, ധാരാളം ആളുകൾ. മയ്യത്ത് മുന്നിൽ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. മയ്യത്ത് ബാക്കിലാവട്ടെ, നടക്കുന്നവരൊക്കെ മുന്നിൽ. തിരിഞ്ഞു നോക്കിയാൽ കാണുന്ന രൂപത്തിൽ നമ്മൾ പറഞ്ഞു, അതാണ് അഫ്ളൽ. കൂടുതൽ ആളുകളുണ്ട് എങ്കിൽ ഒരു ഫളീലത്ത് അവിടെ നഷ്ടപ്പെടും. ഏത്? കുറേ ആളുകളുണ്ട് എങ്കിൽ മയ്യത്തിൻ്റെ തൊട്ടടുത്ത് തിരിഞ്ഞു നോക്കിയാൽ പൂർണ്ണമായും കാണുന്ന രൂപത്തിലാവൂല എന്ന് മാത്രം. അപ്പോൾ ധാരാളം ആളുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ അങ്ങനെ. കുറേ ആളുകൾ ഉണ്ടാക്കാനുള്ള പണി നമ്മൾ നേരത്തെ സംസാരിച്ചു. ജീവിതകാലത്ത് ഒരുപാട് സ്വാലിഹീങ്ങളായ ആളുകളോട് ടച്ച് ഉണ്ടാവുക, നല്ല നല്ല മജാലിസുകളൊക്കെ ഉപയോഗപ്പെടുത്തുക. നമ്മളെ നാട്, നമ്മളെ ഗ്രാമം, നമ്മുടെ മഹല്ലത്തിലുള്ള മജ്ലിസുകൾ, അതിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ നമ്മളെ പഞ്ചായത്തിലൂടെ ഇങ്ങനെ നോക്കി നോക്കുക. പഞ്ചായത്ത് കഴിഞ്ഞാൽ അടുത്ത ഇതിലേക്ക് പോവുക. അങ്ങനെ എല്ലാ ആലിമീങ്ങളായിട്ടും കോളേജുമായിട്ടൊക്കെ ടച്ച് ഉണ്ടാവുക. ഉദാഹരണത്തിന് വലിയ വലിയ കോളേജുകളൊക്കെ ഉണ്ടാവുമല്ലോ, ആ വലിയ മഅദിന് പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ. അവിടൊക്കെ ഒരു വിളിയാൾ, ഇന്നാൾ മരിച്ചു, പള്ളിപ്പടിയിലുള്ള, അതല്ലെങ്കിൽ തോരക്കുന്നുള്ള ഇന്നാൾ മരണപ്പെട്ടു എന്നുള്ളത് ആ നല്ലൊരു ലിസാനിലൂടെ നമ്മളെ പേരിങ്ങോട്ട് പറയണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് പണിയെടുക്കണം. അപ്പം ഇങ്ങനെ ഇങ്ങോട്ട് വരിക, ഇങ്ങനെ വന്നു പോവുക എന്നുള്ള ആ ശൈലി മാറ്റിയിട്ട് പുറം ലോകത്തും ചിന്തിക്കുക. അപ്പം മുശയ്യിങ്ങൾ ധാരാളം ഉണ്ടായിത്തീരും. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. വയുസന്നുലിൽ മുശയ്യി അൻ യംശിയ മുതഫക്കിറൻ ബിഖൽബിഹി ഫിൽ മൗത്ത്. ഇനി നടന്നു പോകുമ്പോൾ ഇപ്പം എന്താ, മയ്യത്തിൻ്റെ കൂടെ ഇപ്പം നടക്കുകയാണല്ലോ നമ്മൾ. നടന്നു പോകുമ്പോൾ കൂട്ടം വർത്താനം പറഞ്ഞ് പോവുകയാണോ, അതോ മിണ്ടാതെ പോവുകയാണോ? യുസന്നു സുന്നത്താണ് ലിൽ മുശയ്യി, നടന്നു പോകുന്ന ആൾക്ക് അൻ യംശിയ, മയ്യത്തിൻ്റെ കൂടെ നടന്നു പോകുന്ന, മയ്യത്തിനെ അനുഗമിക്കുന്ന ആൾക്ക് സുന്നത്താണ് അൻ യംശിയ മുതഫക്കിറൻ, ചിന്തിച്ചുകൊണ്ട് നടക്കണം എന്നാ. എന്ത് ചിന്ത? ബി ഖൽബിഹി, അവൻ്റെ മനസ്സിൽ, ഫിൽ മൗത്ത്, മരണമാകണം ചിന്ത. ഇതുപോലെ ഇമാം റാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞേ, മയ്യത്തിനെ കണ്ടാൽ ആ മയ്യത്ത് ഞാനാണ്, എന്നെയാണ് ആ കുളിപ്പിക്കുന്നത്, എന്നെയാണ് ആ കഫൻ ചെയ്യണത്, എന്നെയാണ് ആ കൊണ്ടുപോകണത് എന്ന് ഓർക്കണം. അതാണ് മരണത്തെ ഓർക്കുക എന്ന് പറഞ്ഞാൽ. ഇമാം റാഫി റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞാണ്. അങ്ങനെയാണ് മരണത്തെ ഓർക്കുക. എങ്ങനെയാ മരണത്തെ ഓർക്കുക? സുന്നത്ത് മരണത്തെ ഓർക്കുക, ഒരു മയ്യത്തിനെ കണ്ടാൽ അത് ഞാനാണ്, എന്നെയാണാ കുളിപ്പിക്കുന്നത്, എന്നെയാണാ കൊണ്ടുപോകണത് എന്നിങ്ങനെ നമ്മളിങ്ങനെ മനസ്സുകൊണ്ട് പറയണം. എന്നാൽ ഒരു മയ്യത്തിൻ്റെ കൂടെ പോകുമ്പോൾ നമ്മളെ മനസ്സിൽ എന്തുണ്ടാവണോ, ഇത് എന്നെയാണാ കൊണ്ടുപോകണത്, ഞാനും ഇങ്ങനെ പോകേണ്ടി വരുമല്ലോ ഒരു ദിവസം. ദാക്കിറൻ ബി ലിസാനിഹി, അവൻ്റെ നാവ് കൊണ്ട് ഇങ്ങനെ പറയണം. നാവ് കൊണ്ട് ഇങ്ങനെ പറയാം, മനസ്സുകൊണ്ട് ഇങ്ങനെ കരുതുക, നാവ് കൊണ്ട് ഇങ്ങനെ പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. തഹ്ലീലും ചൊല്ലിങ്ങനെ വരുമ്പോൾ ആ ഓർമ്മ ഇങ്ങനെ അങ്ങോട്ട് പോകണം. അത് മനുഷ്യൻ നന്നാവാനുള്ള ഏറ്റവും നല്ലതാ. വയുസ്തഹബ്ബു ലിമൻ മറത്ത് ബിഹി ജനാസ അൻ യദ്ഉ ലഹാ ഇൻ കാന മുസ്ലിമൻ. ഇനി ഒരു മയ്യത്തിനും കൊണ്ട് നടന്നു പോകുന്ന ഒരാളെ മുമ്പിലൂടെ ജനാസ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്.
അപ്പോൾ ആ മയ്യത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്തു കൊടുക്കൽ സുന്നത്ത. ഇൻകാന മുസ്ലിമെന്നോ മുസ്ലിമാണെങ്കിൽ എന്ത് ദുആയാണ് ചെയ്യേണ്ടത് എന്ന് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതൊക്കെ കേട്ട് നല്ലതൊക്കെ മനസ്സിലാക്കി ജീവിതം നന്നാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. റഹ്മാൻ റഹ്മാനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജു സയ്യിദായ അല്ലാഹുവേ, പ്രഭാത സമയത്തുള്ള ഈ സംസാരം നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ, സലാമുകൾ, ഇബാദത്തുകൾ എല്ലാം നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഇന്നത്തെ ദിവസം പൂർണ്ണമായി ഞങ്ങൾക്ക് ഖൈറിലാക്കി തരണേ അല്ലാഹ്. ഇന്നത്തെ ദിവസത്തിൽ വല്ല ആദാബുകളോ വല്ല ആഫത്ത്, ആഹത്ത്, മുസീബത്തുകൾ നമുക്ക് വേറെ വരുന്നുണ്ടെങ്കിൽ തട്ടിമാറ്റണേ അല്ലാഹ്. റഹ്മാൻ റഹീമായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്കൊക്കെ നിന്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് പുറത്തു കൊടുക്കണേ അല്ലാഹ്. നിന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് അവരോട് കരുണ കാണിക്കണേ റഹ്മാനെ. ആരെയും നീ ഖബറിന്റെ ഉള്ളിൽ ശിക്ഷിക്കല്ല അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് അരുതായ്മകൾ വന്നു പോയവരാണ് ഞങ്ങളൊക്കെ. നീ പാപങ്ങളൊക്കെ പുറത്ത് ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. പടച്ചോനെ, ശരീരസുഖം, മാനസിക സുഖം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ചെയ്യുന്ന ഏർപ്പാടുകളിലൊക്കെ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. എല്ലാവരുടെ ജോലിയിലും കൃഷികളിലും വാഹനങ്ങളിലും ശരീരത്തിലും സമയത്തിലും ഒക്കത്തിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. പടച്ചോനെ, റജബ് മാസം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ മാസത്തിൽ ഒരുപാട് ബറക്കത്തുകൾ ചോദിച്ചു വാങ്ങാൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ഈ ബറക്കാത്തുകളൊക്കെ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണേ റഹ്മാനെ. റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാഹ്. അല്ലെങ്കിൽ റമളാനെ ഞങ്ങളിലേക്ക് എത്തിക്കണേ റബ്ബെ. ഞങ്ങളുടെ പള്ളിയുടെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരണേ അല്ലാഹ്. ഇന്നലെ വരെ സ്വർണ്ണാഭരണം വരെ സ്വതക്ക ചെയ്ത ആ സഹോദരി ആരായാലും പടച്ചോനെ, അങ്ങനെ ഒരുപാട് ആളുകൾ സ്വതക്ക ചെയ്തിട്ടുണ്ട്. ആ സ്വതക്കയുടെ വണ്ണവും വലിപ്പവുമാണ് നമ്മുടെ പള്ളിയുടെ നിർമ്മാണം. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അറിയാം. റഹ്മാനായ റബ്ബെ, തുടക്കം മുതൽ ഈ നിമിഷം വരെ സഹായിക്കാൻ ഇനി മനസ്സ് വെക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ ഖൈറും ബറക്കത്തും ഇസ്സത്തും ആഫിയത്തും നൽകണേ അല്ലാഹ്. യാ റബ്ബി യാ അല്ലാഹ്, നാളെ കിടക്കാൻ പോകുന്ന മണ്ണറക്കൂട്ടിൽ ഞങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു വെക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബെ. ربنا عليك توكلنا وإليك أنبنا وإليك المصير فاطر السماوات والأرض أنت ولينا في الدنيا والآخرة توفنا مسلمين وألحقنا بالصالحين آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء